ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണിത്. ബാംഗ്ലൂർ ഡേയ്സ് പാർട്ട് 2. ഹലോ, ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ മൂന്നാമത്തെ ദിവസമാണ്. ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പാർക്കിൽ വന്നില്ലേ, ആ പാർക്കിലൂടെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇവിടുത്തെ ടൗണിലൂടെയൊക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ ബത്തേരിനെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. സുൽത്താൻ ബത്തേരീൻ്റെ നമ്മുടെ ക്ലീൻ സിറ്റീനെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ രാവിലെയാണ് അമ്പലത്തിൽ പോകുന്നതെങ്കിലും ഇപ്പോൾ കുറച്ച് വെയിലായി തുടങ്ങിയിട്ടോ. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കുട എടുക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നത്. ഞാൻ സെൽഫി സ്റ്റിക്കൊന്നും എടുത്തില്ല, സ്റ്റാൻഡൊന്നും എടുത്തില്ല. അത് കാരണം വീഡിയോ എടുക്കുന്നത് ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ പാർക്കിലൊക്കെ നമുക്ക് വന്ന് ഈ ടൗണിൻ്റെ നടുക്ക് കൂടെയുള്ള പാർക്കാണ്. നല്ല ശാന്തമായ ഒരു കിളികളും ചെടികളും പൂക്കളും ഒക്കെ ഉള്ള തണലൊക്കെ ഉള്ള ഒരു പാർക്കാണ്. നല്ല രസമാണ്. ഇവിടെ വന്നാൽ എക്സസൈസ് ചെയ്യാം, നമുക്ക് നടക്കാം, അതുപോലെ റെസ്റ്റ് എടുക്കാം. നല്ല രസമാണ് കേട്ടോ ഇവിടെ. അതുപോലെ പിന്നെ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വേസ്റ്റ് എടുക്കാനൊക്കെ, നമുക്ക് നമ്മുടെ നാട്ടിലാകുമ്പോൾ പ്ലാസ്റ്റിക് എടുക്കുന്നതിന് പൈസ കൊടുക്കണം, വേസ്റ്റ് എടുക്കുന്നതിന് പൈസ കൊടുക്കണം അല്ലേ, എല്ലാത്തിനും പൈസ കൊടുക്കണം. ഇവിടെ രാവിലെ പ്ലാസ്റ്റിക് എടുക്കാനും അതുപോലെ ഫുഡ് വേസ്റ്റ് എടുക്കാനും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വന്ന് എടുത്തോളും. അതിൽ നമുക്ക് വേറെ എക്സ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഇതാണ് കേട്ടോ. ഓരോ നാടിനും ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ ആ പാർക്ക് കവർ ചെയ്ത് ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കാനുള്ളൂ. പക്ഷെ ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത് കേട്ടോ. ടൗണിലൊക്കെ എല്ലാം കണ്ടും കേട്ടും അങ്ങനെ പതുക്കെയാണ് പോകുന്നത്. പാറുവിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതാണ് ഇങ്ങനെ മാറിക്കളിക്കുന്നത്. പിന്നെ വിഷുവിൻ്റെ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഞങ്ങൾ പോയത്. അതുകൊണ്ട് എല്ലായിടത്തും പിന്നെ കൃഷ്ണ വിഗ്രഹവും ഫോട്ടോയും അതേപോലെ വിഷുക്കണി ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്ന കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാനതിനൊക്കെ റേറ്റ് ചോദിച്ചു. ഭയങ്കര റേറ്റാണ്. ആ ഒരു വിഷുക്കണി ഒരു ഉരുളിയിൽ ഇങ്ങനെ മൊത്തമായിട്ടിരിക്കുന്നില്ല, അതിന് 2000 സംതിങ് ആണ് റേറ്റ് പറഞ്ഞത്. അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രാവിലെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവിടെയല്ലേ നമ്മുടെ നാട്ടിലെ പോലെ ആയിരിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത്രയും തിരക്കുള്ള ടൗണിൻ്റെ നടുക്ക് ഒരു ശാന്തമായ അമ്പലത്തിൽ വന്നാണ്. ഇവിടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ളിലെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല. നമ്മളിവിടെ ഇങ്ങനെ കാല് കഴുകിയതിന് ശേഷം മാത്രമേ അമ്പലത്തിലേക്ക് കയറാൻ പാടുള്ളൂ. അമ്മ ഇതൊക്കെയാണോ? ഇത് നല്ല വീതിയുണ്ട്. എത്ര? 1000 രൂപ. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ട്രെൻഡ്സ് കണ്ടു. അപ്പോൾ ട്രെൻഡ്സിലൊന്ന് വെറുതെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. വെറുതെ കയറി നോക്കിയ വകയിൽ 2 ചുരിദാർ അങ്ങനെ എടുത്തു കേട്ടോ. കുഴപ്പമില്ല, നല്ല കളക്ഷനായിരുന്നു. അതേപോലെ ഞാൻ എടുത്ത ടോപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല തുണിയാണ് ആയിരുന്നു കേട്ടോ. ഡ്രസ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും എനിക്ക് XXL ഇല്ലാത്തതുകൊണ്ട്, സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. രണ്ട് പാറു ഇരട്ടകളാ. എങ്ങനെ ഇത് 2 പാറുടെ അവിടെ കിട്ടില്ല സൈസ്. ഞങ്ങളിവിടെ നടന്ന് ക്ഷീണിച്ച് കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്.
അങ്ങനെ രാത്രിയായി. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പോകാൻ റെഡി ആവുകയാണ് എന്നുള്ളത്. എല്ലാവരുടെയും മുഖം ഇതുപോലെയായി. മിന്നു കരയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. മിന്നു ഞങ്ങൾ ഒരു സന്ധ്യ ആയപ്പോൾ തൊട്ടേ കരച്ചിലായിരുന്നു. പിന്നെ എനിക്കെല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ മിന്നു ഇല്ല, പാറും ഇല്ല, അമ്മയും അച്ഛനും ഇല്ല, ആരുമില്ല. വിഷ്ണുവായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു സർപ്രൈസാണ് കേട്ടോ. ഞാൻ അടുത്ത വ്ലോഗിൽ അതിൻ്റെ വിശേഷങ്ങളെല്ലാം പറയും. അപ്പോൾ ഒരു സർപ്രൈസാണ്. അപ്പോൾ ഞാൻ പാറുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ബസ്സിൽ കയറിയത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു KSRTCയിലായിരുന്നു. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യാത്ര. അപ്പം ഞങ്ങൾ തിരിച്ചങ്ങോട്ട് KSRTCൻ്റെ തന്നെ സ്വിഫ്റ്റ് ഇല്ലേ, അത് ബുക്ക് ചെയ്തു. അങ്ങനെ അതിലാണ് പോയത്. പിന്നെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെ കയറി അവരുടെ കളിയൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ മാനേജർ വന്ന് പാറുവിന് മുട്ടായിയൊക്കെ കൊടുത്തു. പിന്നെ ആ മുട്ടായി ഇഷ്ടപ്പെടാത്തതിലായി പിന്നെ അടുത്ത വഴക്ക്. അങ്ങനെ കുഴപ്പമില്ല, വഴക്കും ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ പാറു അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെ കുറച്ച് ടോയ്സ് മേടിച്ചു കൊടുത്തു. ആദ്യം ലേസ് വേണമെന്ന് പറഞ്ഞു, ബ്ലാക്ക് വേണം, വൈറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെടുത്തപ്പോൾ അത് വേണ്ടാന്നൊക്കെ പറഞ്ഞ് പിണങ്ങി പോരുന്ന സീനൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ പിണങ്ങി പോരുന്നുണ്ടോ? അങ്ങനെ പിണങ്ങി പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടോയ്സൊക്കെ മേടിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബാംഗ്ലൂർ വ്ളോഗ് ബാംഗ്ലൂർ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇല്ല ബസ് ഓണടിക്കുന്നതിന് പാറു ഭയങ്കര കരച്ചിലാണ്, പേടിച്ചിട്ട് ഓണടിക്കൂല. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പാറു എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാറുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം നിങ്ങളോട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.